എടാ സഞ്ജോ, എന്താ ആ ഊളം കൊസ്തേപ്പ് വഴി തരാത്തതിന് നീ എന്നെ കടിക്കാൻ വരുന്ന എന്തിനാ? അമ്മ തേങ്ങ കഴിച്ച്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനന്ന് വീണതിന്റെ അന്ന് രാവിലെ നമ്മുടെ മെമ്പർ ജോൺസന്റെ പെങ്ങളുടെ മോളുടെ കല്യാണ നിശ്ചയത്തിന് പോയത് നിനക്ക് ഓർമ്മയുണ്ടാ? എടാ ആ കൊച്ചിനെ കെട്ടുന്നത് ഈ കൊസ്തേപ്പിന്റെ അളിയന്റെ മോനാണ്. കൊസ്തേപ്പ് വഴിയാണ് ഈ ആലോചന ഉണ്ടായത് തന്നെ. ഞാനെന്ത് ചെയ്യാനാ? എടാ പൊട്ട, നീ ഈ വഴിയുടെ കാര്യം മെമ്പർ ജോൺസണോട് പറയും. അയാള് പറഞ്ഞാ പിന്നെ കൊസ്തേപ്പിന് തള്ളാൻ പറ്റൂല. അത് റീറ്റേച്ച് അറിഞ്ഞാൽ കുഴപ്പമില്ലേ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഈ റീത്തൊക്കെ വനിതാ സമ്മേളനത്തിൽ വന്നതല്ലേ ഭീമ? എടാ 6 മാസം കഴിഞ്ഞ ഞാൻ തന്നെയല്ലേ ഇവിടെ കൗൺസിലർ. അപ്പൊ നിനക്ക് വെറുതെ ഒരു ധൃതി. ചേട്ടാ, റീത്ത എവിടെ ഇരിക്കുമ്പോ ആ വഴിയുടെ പണി തീരരുത്, അതല്ലേ വേണ്ടു. അത് വിട് ഭീമ. കൊസ്തേപ്പ് സമ്മതിച്ചാ പിന്നെ അതെങ്ങനെ നീക്കണം എന്നൊക്കെ റീത്തക്ക് നല്ലോണം അറിയാം. ഇനി ഇലക്ഷൻ കഴിയട്ടെ. ഇതിപ്പോ നാട്ടുകാർക്ക് മുഴുവൻ അറിയാൻ കൊസ്തേപ്പ് സ്ഥലം തരാത്താണ് പ്രശ്നം എന്നുള്ളത്. ചേട്ടൻ ഇടപെട്ട് ഒന്ന് ഒത്തുതീർപ്പാക്കിയാ പിന്നെ ജോൺ ചേട്ടൻ നയിക്കുന്ന വഴിക്കല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. കാശ് കൊടുക്കാണ്ട് കൊസ്തേപ്പ് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പൊന്നി ഇടപുള്ളി വെറുതെ തരാന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? ചേട്ടൻ ഒരു 10-20 കൊല്ലം എടുത്ത് കൗൺസിലായിട്ട് ഇരുന്ന ആളല്ലേ, ചേട്ടൻ അറിയാമല്ലോ നമ്മുടെയൊക്കെ അവസ്ഥ. എടാ കൊസ്തേപ്പിന്റെ കാര്യമുണ്ടേ, കാശിന്റെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ എനിക്ക് പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാലും വൈകുന്നേരം കൊസ്തേപ്പായിട്ടൊന്ന് ഇരുന്ന് നോക്കാം. എടാ റീത്തനെ വിളിക്കണ്ട കേട്ടോ വരുമ്പോ. ഇല്ല, എന്നാ ആയിക്കോട്ടെ, ശരി. ഹായ്. അമ്മ എവിടെ? അമ്മ കുളിക്കുകയാണല്ലോ. ഓക്കെ, ഒറ്റയ്ക്കുള്ളോ? യാ, ഇന്ന് എനിക്ക് ഓഫ്. മുദ്ദ, മുദ്ദേ? രാഗി മുദ്ദ ആൻഡ് മട്ടൻ കറി, കന്നഡ സ്പെഷ്യൽ. ഞാൻ ഇത് അമ്മക്ക് കൊണ്ടുവന്നതാ. അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ, എനിക്കില്ലേ? നിമുക്കും ഇല്ലേ? നാത്ത ആ കച്ചിപീട ചവക്കരുത്. ഇപ്പോഴോ? നിന്നോടൊരു കാര്യം പറയണ്ട്, ഇറങ്ങിയടാ. നീ എന്ത് വൃത്തിയായിട്ടാ കാണിച്ചേ? ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ നീ എന്നെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കാണോ? പിന്നെ നീ ഇന്നാ ജോൺസനെ കാണാൻ പോയോ? കണ്ടു. ആഹാ, ചേച്ചി ഇങ്ങനെ മസിൽ പിടിക്കല്ലേ? പിടിക്കൂടാ. എന്നാ നിനക്കൊക്കെ ആദ്യമേ പോയി അവന്റെ കാല് പിടിക്കായിരുന്നില്ലേ? എന്നെ എന്തിനാ ഇങ്ങനെ വെറുതെ പൊട്ടിയാക്കിയത്? ചേച്ചി എന്തേ പറയുന്നേ? ഈ വഴി ഉണ്ടാക്കലാണോ അതോ ഈ ക്രെഡിബിലിറ്റി ഉണ്ടാക്കലാണോ നമ്മുടെ പരിപാടി? ഓഹോ, ക്രെഡിബിലിറ്റിക്ക് വേണ്ടി ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും റീത്ത് എവിടെയും ചെലവാക്കിയിട്ടില്ല. എന്റെ അതിനുള്ള സമയവും ഇല്ല. എന്റെ റീത്തേച്ചി, ചേച്ചി കൗൺസിലർ തന്നെ ഈ വഴി വരും. അതോടെ ഈ ചെറിയ ചെറിയ ഈഗോ ഒക്കെ മാറും. കൊസ്തേപ്പിന്റെ സ്ഥലം കിട്ടി അപ്പൊ തന്നെ നമ്മൾ സൈഫൺ പൊളിച്ചു പണിതന്നെ മേളിൽ സ്ലാബ് ഇട്ട് മൂടും. അപ്പൊ വഴിയായില്ലേ? പിന്നെ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തിട്ട് അറിയതാ പോരെ. അതുവരെ ഈ ജോൺസൺ നമുക്കൊരു പാലമാണ്. അതാണ് 4.5 അടി വെച്ച് നീളത്തില് 2 സെന്റ് സ്ഥലം, അത്രേ ആവശ്യമുള്ളൂ. അടിക്കണക്ക് വെച്ചാ കൂട്ടിക്കോ. എത്ര തരും? കാസ്പറേ, അങ്ങാടിയിൽ കച്ചവടം ചെയ്യാനല്ല നാട്ടുകാർ ഈ സ്ഥലം എടുക്കുന്നത്. അതൊരു വഴിയുടെ കാര്യത്തിനാണ്. നിങ്ങൾ അതനുസരിച്ച് സംസാരിക്കൂ കൊസ്തേപ്പേ. ഞാൻ മാത്രമായിട്ടിരുന്ന് എന്ത് സംസാരിക്കാനാണ് ജോൺ സാർ? ഞങ്ങള് സംസാരിച്ചു വെച്ചിട്ട് ഒരു വില പറയട്ടെ. 5 ലക്ഷം രൂപ നടക്കുമോ? അത്രയും പൈസ ഒന്നും തരാനുണ്ടാവില്ല ചേട്ടാ. ഉണ്ടാവില്ലല്ലോ. എന്നാ വിട്ടക്ക്, സ്ഥലം തരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഈ പറയണതിൽ ഒരു ന്യായമില്ല ചേട്ടാ. നിന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഇവരിത് ഇവിടം വരെ എത്തിച്ചത്. അതും കൂടെ കണക്കിലെടുത്തൊരു വില പറ കൊസ്തേപ്പേ. ഇതിപ്പോ ഞാൻ എന്ത് പറയാനാണ് ഭീമ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എന്റെ ഷെയർ എനിക്ക് വേണ്ട. നിങ്ങളൊരു 4 രൂപ തന്നേരും. ശരിയാവില്ല. എന്ത് പറയണം? അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനില്ല.
ഒരു 3-ൽ ഉറപ്പിക്കും. ഏയ് 3-ലൊന്നും കാര്യം നടക്കൂല. ഡാഡി തെറി പറയണോ? അത് നാട്ടുകാരാണ്, നാളെ കാണേണ്ട ആൾക്കാരാണ്. 3-ൽ ഉറപ്പിച്ചു. 3. ഓക്കെ നീ അതങ്ങ് സമ്മതിക്കത്. അതെന്നെ പിരിച്ചുണ്ടാക്കി പറയുന്നത്. ഇതെന്താ കോസ്റ്റേപ്പേട്ടൻ 1 ലക്ഷം രൂപയാണ്. ഇതൊരു അഡ്വാൻസ് ആയിട്ട് കരുതി സമ്മതിക്കണം. എടാ കൊസ്തേപ്പേട്ടന് വാക്ക് പറഞ്ഞ വാക്കണത്. നമ്മളൊക്കെ ഇല്ല ഇവിടെ. കാര്യങ്ങൾ നടക്കട്ടെ അങ്ങനെ. ഇതുകൊണ്ട് നിനക്കും നിന്റെ കുടുംബത്തിനും നല്ലതേ വരൂ കൊസ്തേപ്പേ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യും. വാളയാ. അതെ, നിങ്ങൾ 4-5 ദിവസത്തിനുള്ളിൽ ബാക്കി കച്ചവടം കൂടി തീർക്കാൻ നോക്കുക കേട്ടാ. ഇവന്റെയൊക്കെ മനസ്സ് എപ്പോഴാ മാറുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റൂല കേട്ടോ. കേട്ടല ഞങ്ങളങ്ങോട്ട് ചേട്ടാ. ആയിക്കോട്ടെ. ശരി. പണം കൊടുക്കുന്ന കാര്യം മിനിമം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെങ്കിലും ഇന്ന് ഇടാമായിരുന്നു. 3 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചാണോ മീറ്റിംഗ് എന്ന് പറയുന്നത്? പണം കൊടുത്ത് ഉണ്ടാക്കാനൊക്കെ ഞങ്ങൾക്കും അറിയാം. സ്ഥലം പോയ എല്ലാവർക്കും നിങ്ങൾ പൈസ കൊടുത്തുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ കൊസ്തുവിന് പൈസ കൊടുത്ത് ഏത് കുഴപ്പമില്ല. അതെ, ചേട്ടൻ എന്തായി പറയണേ? ആ വഴി വരുന്നതുകൊണ്ട് കൊസ്റ്റേപ്പിന് എന്താ ഗുണം? ആവശ്യക്കാര് നമ്മളാ. കൊസ്റ്റേപ്പ് സ്ഥലം തരാതെ ഒരു കാലത്ത് നമുക്ക് വഴി ഉണ്ടാകാൻ പോകുന്നില്ല. അതറിയാവോ ചേട്ടന്? കൊസ്റ്റേപ്പ് വാക്ക് മാറാതിരിക്കാൻ എനിക്കപ്പോ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം മാറിയ കൊസ്റ്റേപ്പ് വാക്ക് മാറും. കോസ്റ്റേപ്പിന് കാശ് കൊടുത്തല്ല ഇവിടുത്തെ വിഷയം. ഇനി ഒരു പിരിവും കൂടി വന്നാൽ അത് താങ്ങാനുള്ള ശേഷിയൊന്നും ഇവിടുത്തുകാർക്കില്ല. അതാണ് ഭീമ യാഥാർത്ഥ്യം. സീതയുടെ കാര്യമാണെങ്കിൽ റീത്തേച്ചി മുനിസിപ്പാലിറ്റി ഞാനും ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും തീർക്കും. ആയിക്കോട്ടെ. അതെ, അപ്പൊ തൽക്കാലം ഭീമന്റെ വഴിക്ക് പോട്ടെ കാര്യങ്ങള്, അല്ലേ? ശരിയെന്നാ.